അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നൂറുൽ അബ്സാർ സബക്ക് 31. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഫഇൻഇഹ്താജ, ഒരാൾക്ക് ആവശ്യമായാൽ, ലിഇസ്വാബത്തിൻ, വെച്ചുകെട്ടലിലേക്ക് ആവശ്യമായാൽ, ഔ ലുസൂക്കിൻ, അല്ലെങ്കിൽ ഒട്ടിപ്പിലേക്ക് ആവശ്യമായാൽ, ഔ ജബീറത്തിൻ, അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഒട്ടിക്കാൻ ഇതിലേക്ക് ആവശ്യമായാൽ, ഒരു പ്ലാസ്റ്റർ ഒട്ടിക്കാണെങ്കിൽ വെച്ച് കെട്ടാണെങ്കിൽ മുള വെച്ച് കെട്ടിൻ്റെ രൂപം ഉണ്ടല്ലോ. ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ വജബ ഓഹ അല തോഹരിൻ, ഒരു ശുദ്ധിയുടെ മേൽ ഇവയെ വക്കൽ നിർബന്ധമാകും. അപ്പോൾ വെച്ച് കെട്ടാൻ പോകുന്നതിന് മുമ്പ് ഉളുവൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുക, ശുദ്ധിയോടുകൂടെ വെച്ച് കെട്ടാൻ പോവുക. അപ്പോൾ ശ്രദ്ധിക്കണം, ലേഡി ഡോക്ടറാണെങ്കിൽ ബോയ്സിനെ കെട്ടണമെങ്കിൽ ആറ് കെട്ടേണ്ടി വരും, ബോയ് കെട്ടേണ്ടി വരും. ലേഡി ആണെങ്കിൽ ലേഡി ആയിരിക്കട്ടെ, അല്ലെങ്കിൽ ഉതുമുറിയല്ലോ പരസ്പരമാകുമ്പോൾ. വലായസ്തുറു, അവൻ മറക്കരുത്, ഇല്ലാമ, ഒരു സ്ഥലമല്ലാതെ, ലാ ബുത്തലഹു മിൻഹു, ഏതൊന്നിനെ തൊട്ട് ഇവനിക്ക് കൂടാതെ കഴിയൂല്ലയോ അങ്ങനത്തെ ഒരു സ്ഥലമല്ലാതെ അവൻ മറക്കരുത്. ഒരാൾക്കിപ്പോൾ തള്ളവിരലുമ്മ മുറിയുണ്ടെങ്കിൽ അതിനെ കെട്ടാൻ പോവുകയാണെങ്കിൽ പിന്നെ ഞെരിയാണി വരെ കെട്ടരുത്. ആ തള്ളവിരൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നതായ സ്ഥലം മാത്രം കെട്ടിയിട്ട് എന്ത് ചെയ്യുക, പിടിച്ചു വെച്ച് കെട്ടുക, അല്ലാതെ ഞെരിയാണി വരെ കെട്ടാൻ പാടില്ല. അതാ പറഞ്ഞത്, എല്ലാ മാലാപത്തുലഹുമിനു, ഏതെങ്കിലും തൊട്ട് അവനക്ക് കൂടാതെ കഴിയൂലോ അങ്ങനത്തെ ഒരു സ്ഥലമല്ലാതെ അവൻ മറക്കരുത്. ഫൈൻ ഖാഫ, ഒരാൾ പേടിച്ചാൽ, മിന്നസ് ഐഹ, ഈ കെട്ടയക്കലിനെ പേടിച്ചാൽ, വജബ മസ്ഹു അലൈഹ കുലിഹ ബിൽ മാ, വെള്ളം കൊണ്ട് അതിൻ്റെ മേൽ തടവൽ നിർബന്ധമാവും. ഗുസ്ലി സ്വഹീഹി വ തയമ്മുമി കമാ സബക, മുൻകഴിഞ്ഞ പോലെ തയമ്മും ചെയ്തതിന് ശേഷവും അതുപോലെ സ്വഹീയായ ഭാഗം കഴിക്കുന്നതിനൊക്കെ പുറമെ എന്ത് ചെയ്യുക, വെള്ളം കൊണ്ട് അതിൻ്റെ മേൽ തടവൽ നിർബന്ധമാകും. ഇനി വൈൻ കാനത്ത് ഫി ഉദുവി തയമ്മുമി, ഇപ്പോൾ ഈ വെച്ച് കെട്ടൽ തയമ്മുമിൻ്റെ അവയവത്തിലാണെങ്കിൽ, തയമ്മിൻ്റെ അവയവത്തെ കയ്യ്, മുഖം, ഒരാൾ കയ്യമ്മ പ്ലാസ്റ്റർ ഇട്ടാണ്, അല്ലെങ്കിൽ മുഖത്ത് നെറ്റിയമ്മൊക്കെ പോയി കണ്ടില്ല നമ്മൾ പ്ലാസ്റ്റർ ഇട്ടാണ്, അങ്ങനെയാണെങ്കിൽ ലം യജിബ് മസ്ഊഹ ബി തുറാബിൻ, മണ്ണ് കൊണ്ട് അതിന് തടവൽ നിർബന്ധമില്ല. എന്നിട്ട് വെള്ളക്കെട്ടമ്മ പോയി കാണിച്ച് മണ്ണിട്ട് തടവണോ? അത് വേണ്ട. വൈൻ അറാദ ഫർദൻ ആഖ്റൻ, ഒരാൾ മറ്റൊരു ഫർദിനെ ഉദ്ദേശിച്ചാൽ, ഒരാൾ ശുദ്ധിയായി സ്വഹിയായ ഭാഗം കഴുകി തയമ്മും ചെയ്ത് ളുഹർ നിസ്കാരത്തിന് വേണ്ടിയൊക്കെ തയമ്മും ചെയ്ത് ളുഹർ നിസ്കരിക്കണം. എന്നിട്ട് അവന് ഇനി അസറായപ്പോൾ ഇനി അസറിൻ്റെ സമയത്തായി, അങ്ങനെ മറ്റൊരു ഫർളാണല്ലോ അസർ. ഇങ്ങനെയാണെങ്കിൽ ലം യുഇദിൽ ജുനുബു, വലിയ ശുദ്ധിക്കാരൻ മടക്കേണ്ടതില്ല, ഹുസ്സലൻ, കുളിയെ മടക്കേണ്ടതില്ല, പിന്നെ വീണ്ടും കുളിക്കേണ്ട ആവശ്യമില്ല. ഒക്കത്തെ പ്രകാരം പോലെ തന്നെ മുഹദിസ്, ചെറിയ ശുദ്ധിക്കാരൻ പ്രകാരം പോലെ തന്നെയാണ്. ബലെങ്കിലും യഖ്തസിറു, അവൻ ചുരുക്കണം, അല്ല ഈ ആദ്യ തയമ്മുമി, തയമ്മും മടക്കുന്നതിനെങ്കിലും ചുരുക്കണം, തയമ്മും ചെയ്താൽ മതി, ചെറിയ ശുദ്ധിക്കാരനാണെങ്കിലും വലിയ ശുദ്ധിക്കാരാണെങ്കിലും. ഇനി ഉളു മുറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? വീണ്ടും ഉളു ചെയ്യണം. അതല്ലാതെ ഉളു മുറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ തയമ്മും പുതുക്കിയാൽ മതി. മനസ്സിലായോ? ഇൻഷാ അല്ലാഹ് കേട്ട ബാക്കി നമ്മൾ ക്ലാസ് ചർച്ച ചെയ്യും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.